മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവികാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും ഈ ദിവസം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ അധ്വാനങ്ങളിൽ അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് തിരുസഭ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. അമ്പുകളേറ്റുമരിച്ച ഈ വിശുദ്ധൻ ഗോളിൽ സർബോണിലാണ് ജനിക്കുന്നത്. അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു. പട്ടാള ജീവിതം പൊതുവെ ഭക്തജീവിതത്തിന് സഹായകമല്ല. എന്നിട്ടും ഒരു പട്ടാളക്കാരനായ അദ്ദേഹം വിശുദ്ധനായി എങ്കിൽ അത് വലിയ വിശുദ്ധിയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രതികൂല സാഹചര്യങ്ങളിൽ വളർന്ന വിശ്വാസമായിരുന്നു വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ വിശ്വാസം. ഭക്തജീവിതത്തിന് സഹായകരമല്ലാത്ത സാഹചര്യങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വിശ്വാസം വളർന്നത്. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പ്രാർത്ഥന നഷ്ടപ്പെടുമ്പോൾ, ബലിയർപ്പണങ്ങൾ നഷ്ടപ്പെടുമ്പോൾ, നമ്മുടെ വിശ്വാസത്തിൽ കുറവുണ്ടാകുമ്പോൾ സാഹചര്യങ്ങളെ പഴിക്കാറുണ്ട്. എൻ്റെ സാഹചര്യമാണ്, എൻ്റെ സാമൂഹികമായ പശ്ചാത്തലമാണ്, കുടുംബത്തിലാണ് പ്രശ്നങ്ങളാണ്, ഇങ്ങനെ പലതും നമ്മൾ പറയാറുണ്ട്. ഇന്ന് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ നമ്മൾ കൊണ്ടാടുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ, പ്രാർത്ഥനയിൽ വളരാൻ നമ്മുടെ സാഹചര്യം ഒരു പ്രതികൂല ഘടകമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും പ്രാർത്ഥനയെ വർദ്ധിപ്പിക്കാനും വിശ്വാസ ജീവിതത്തിൽ വളരാനായിട്ടും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നിറയുകയുള്ളൂ, വിശുദ്ധിയിലേക്ക് നമ്മൾ വളരുകയുള്ളൂവെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തരുത്, നിൻ്റെ മനോഭാവമാണ് പ്രധാനമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. രണ്ടാമതായിട്ട് ഈ വിശുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യം, അമ്പുകൾ ശരീരത്തിലൂടെ തുളച്ചു കയറിയിട്ടുണ്ടാവാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിലൂടെ ആ അമ്പുകൾ തുളച്ചു കയറിയില്ല. അമ്പ് തുളയ്ക്കാത്ത വിശ്വാസത്തിൻ്റെ ഉടമയായിരുന്നു വിശുദ്ധ സെബസ്ത്യാനോസ്. നിന്റെ ശരീരത്തെ കീറിമുറിക്കത്തക്ക വിധത്തിൽ, നിന്റെ മനസ്സിനെ കീറിമുറിക്കത്തക്ക വിധത്തിലുള്ള അപമാനവും ഒറ്റപ്പെടലും അവഗണനയും ഒക്കെ നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ നീ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് വരാം. വിശ്വാസം വേദനയില്ലാത്ത ജീവിതമല്ല, പ്രതിസന്ധികളിലും തകരാത്ത പ്രത്യാശയാണ്. ഈ ഒരു മനോഭാവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാവണം. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ തളരുന്നതല്ല വിശ്വാസ ജീവിതം. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും തകരാത്ത പ്രത്യാശയാണ്. ആ പ്രത്യാശ എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രമാത്രം വേദനയിലൂടെയും കണ്ണുനീരിലൂടെയും അപമാനത്തിലൂടെയും ഒറ്റപ്പെടലിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകേണ്ടി വന്നാലും ദൈവം കൂടെയുണ്ട് എന്നുള്ള പ്രത്യാശ, ദൈവം കൈവിടുകയില്ല എന്നുള്ള പ്രത്യാശ, ദൈവം കാണുന്നുണ്ട് എന്നുള്ള പ്രത്യാശ, ഈ ഒരു പ്രത്യാശയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ നിന്റെ ജീവിതത്തിൻ്റെ വിശ്വാസത്തെ വളർത്തേണ്ടത്. ജീവിതത്തിന് ഒരുപാട് പ്രതിസന്ധികളിലൂടെ നമ്മളൊക്കെ കടന്നു പോകേണ്ടി വരാം. ഒത്തിരി വേദനയിലൂടെ നമ്മളൊക്കെ കടന്നു പോകേണ്ട അവസ്ഥകളുണ്ടാവാം. അപമാനിതരായിട്ട് നിൽക്കേണ്ടി വരാം, അവഗണിക്കപ്പെട്ട് നിൽക്കേണ്ടി വരാം. ഈ അവസ്ഥകളിലെല്ലാം പ്രത്യാശ നഷ്ടപ്പെടാതെ, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവം എന്നെ കാണുന്നുണ്ട്, അവിടെ നിന്നെ കൈവിടുകയില്ല എന്നുള്ള പ്രത്യാശ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ പ്രതിസന്ധികളിലും വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. കരങ്ങളെ യാചനയോടെ പിടിക്കാം. നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു ദിവസമാണ്. നമ്മുടെ സകല ആഗ്രഹങ്ങളെയും, ജീവിതത്തിൻ്റെ കുറവുകളെയും വേദനകളെയും കഷ്ടപ്പാടുകളെയും നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെയും ഈശോയുടെ കരങ്ങളിലേക്ക് വിശുദ്ധ സെബസ്ത്യാനോസ് വഴി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മധ്യസ്ഥത വഴി ഇവരുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇവരുടെ ജീവിതങ്ങളെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ഇവരുടെ അധ്വാനങ്ങളിൽ ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. പ്രതിസന്ധികളിൽ ഇവരെ സഹായിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന് രോഗങ്ങളും പകർച്ചവ്യാധികളും ബന്ധനങ്ങളും കെട്ടുകളും ആപത്തുകളും അപകടങ്ങളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു.
എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. എല്ലാ തിന്മകളും തകരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ പ്രതിസന്ധികളിലും വളരുന്ന വിശ്വാസത്തിൻ്റെ ഉടമകളാക്കി ഇവരെ മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.